ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു വെജിറ്റബിൾ റൈസാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ റൈസ്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളെന്ന് പറഞ്ഞാൽ ഒരു അച്ചാറോ ഒരു സാലഡോ ഒക്കെ മതിയാവും. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം നമുക്ക്. അതിന് ഒരു സവോള, പിന്നെ ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ ഞാൻ ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചാണേ. പിന്നെ ബീൻസ്, പിന്നെ ഒരു പച്ചമുളക്, ഒരു 2-3 പച്ചമുളക്, കുറച്ച് ക്യാപ്സിക്കം പിന്നെ പ്രധാനപ്പെട്ടതൊന്നുമല്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടു. പിന്നെ ഇതേമാതിരി ബിരിയാണി അരി, ബസ്മതി റൈസല്ല, മറ്റ് അരിയാണേ. അപ്പോൾ ഇത്രയും മതിയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ നീര്, ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ അരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച്, ഞാൻ കുക്കറിനകത്ത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുക്കറിൻ്റെ ക്യാപ്പ് ഇടുന്നില്ല, അല്ലാണ്ട് കുക്കറിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല നെയ്യ് ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെയ്യിൽ മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് പെരുംജീരകം, 2-3 ഗ്രാമ്പു, പിന്നെ കുറച്ച് ഏലക്കായ, പിന്നെ കുറച്ച് കറുവപ്പട്ടയും കൂടെ. ഇത്രയും കൂടെ ആ എണ്ണയിൽ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവോള അരിഞ്ഞത്, ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞത്, സവോള അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് അതൊന്ന് മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലുതായിട്ട് മൂപ്പിക്കേണ്ട, എന്നാലും ഒരു ഗോൾഡൻ കളറ് വരുന്ന ആ ഒരു പരുവം. മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് വഴണ്ട് വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഈ കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ, അത് വെള്ളമില്ലാണ്ട് തന്നെ അതിനകത്തേക്ക് ആ എണ്ണയിലേക്ക് ആ വഴറ്റിയതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി തോർത്തിയെടുക്കുക. കാരണം അതിൻ്റെ ആ വെള്ളത്തിനുള്ള അംശമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കി വെജിറ്റബിൾ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും ഒഴിക്കുമല്ലോ ആദ്യമേ, അപ്പോൾ തന്നെ വറുത്ത് കോരി വെക്കാം. വേണമെങ്കിൽ വറുത്ത് കോരി വെച്ചതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ആ വെജിറ്റബിളും ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കുക. പിന്നെ അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന കുറച്ച് ഭാഗം എൻ്റെ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയേ, അതുകൊണ്ടാണ്, സോറി കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. നാരങ്ങയുടെ കുരു വീണ് കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റിക്കളയണം കേട്ടോ, കാരണം ചിലപ്പോൾ കയ്പുണ്ടാവുമല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തിളയ്ക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പുതിന ഇലയും കൂടെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക.
യോജിപ്പിച്ച് വെച്ച് തിളയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരി ഇട്ടതിന് ശേഷം അരിയുടെ മുകളിൽ നിന്നും നമ്മുടെ ഈ നടുക്കത്തെ വിരലിലെ നടുക്കത്തെ വരയുണ്ടല്ലോ, ആ വരയുടെ അത്രയും ഹൈറ്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഇങ്ങനെ വേവിക്കുന്നതിനാണേ. നമ്മൾ കുക്കറിനകത്ത് അടപ്പ് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ രീതിയിൽ ഇപ്പോൾ കുക്കറിൻ്റെ ടോപ്പ് അടയ്ക്കാതെ വേവിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് അടപ്പ് അടച്ചു കൊടുത്തിട്ട് നമുക്ക് സിമ്മിലിടാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം, സിമ്മിലിട്ട് കൊടുക്കണം. അപ്പോഴും നമ്മൾ കൂടുതൽ തീ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിക്ക് പിടിച്ച് പിന്നെ ഒഴിച്ച വെള്ളം തികയാതെയൊക്കെ വരും കേട്ടോ. അപ്പോൾ സിമ്മിലാണ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം സിമ്മിൽ കിടന്നുകൊണ്ട് വേവുന്ന ഒരു പിന്നെ രീതിയാണേ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ആവിയിൽ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഈ ചോറ് തോനെയും കുഴഞ്ഞു പോവാതെയും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേമാതിരി 2-3 പ്രാവശ്യം തുറന്ന് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വിട്ട് പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചോറാണേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഈ അരിയുന്ന വെജിറ്റബിളൊക്കെ അരിയുന്ന ഒരു സമയത്തിൻ്റെ ആ ഒരു സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ ഈ വെജിറ്റബിളൊന്നും കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഓക്കേ, താങ്ക് യു.